ഹലോ, നമുക്ക് റെക്ടിഫയേഴ്സ് ആൻഡ് ഫിൽറ്റേഴ്സിൻ്റെ MCQയിലേക്ക് കടക്കാം. എൻ്റെ പേര് ഷിജു. അപ്പോൾ ഒരു 25 ചോദ്യങ്ങളുണ്ട്. നമുക്ക് 25 ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉത്തരം തരികയെന്ന് നമുക്ക് നോക്കാം കേട്ടോ. വിച്ച് ടൈപ്പ് ഓഫ് ഫിൽട്ടർ ഓഫേഴ്സ് ലീസ്റ്റ് റിപ്പിൾ ഇൻ ദി ഔട്ട്പുട്ട്? കപ്പാസിറ്റർ ഫിൽട്ടർ ആണോ, ഇൻഡക്ടർ ഫിൽട്ടർ ആണോ, LC ഫിൽട്ടർ ആണോ, പൈ ഫിൽട്ടർ ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും എന്ന് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഒരു കപ്പാസിറ്റർ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റർ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റെക്ടിഫയർ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ഒരു കപ്പാസിറ്റർ മാത്രം വെച്ച് കൊടുക്കുന്നതിനെയാണ് പാരലായിട്ട് വെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മൾ കപ്പാസിറ്റർ ഫിൽട്ടർ എന്ന് പറയുക അല്ലേ. അടുത്തത് ഒരു ഇൻഡക്ടർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെക്ടിഫയറിൻ്റെ അക്രോസ് നമ്മൾ സീരീസ് ആയിട്ട് ഒരു ഇൻഡക്ടർ വെച്ച് കൊടുക്കുമ്പോഴാണ് ഇൻഡക്ടർ ഫിൽട്ടർ എന്ന് പറയുന്നത്. LC ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറും കപ്പാസിറ്ററും കൂടെ വരും. പൈ എന്ന് പറഞ്ഞാലോ കപ്പാസിറ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ എഗെയിൻ. ഓക്കെ, അപ്പോൾ ഒരു കപ്പാസിറ്ററിൻ്റെയും LC ഫിൽറ്ററിൻ്റെയും കൂടെ ഗുണമുള്ളതുകൊണ്ട് തന്നെ, കമ്പൈൻഡ് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ CLC ഫിൽട്ടർ അല്ലെങ്കിൽ ഒരു പൈ ഫിൽട്ടർ എന്ന് പറയുന്നതാണ് ഏറ്റവും കുറവ് റിപ്പിൾ അവിടെ തരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഫിൽട്ടർ ഈസ് ബെസ്റ്റ് ഫോർ ഹൈ ലോഡ് കറണ്ട് ആപ്ലിക്കേഷൻസ്? ഹൈ ലോഡ് കറണ്ട് ആപ്ലിക്കേഷൻസിന് ഏറ്റവും നല്ലത് എന്താണ്? ഹൈ ലോഡ് കറണ്ട് വരുമ്പോൾ, പെട്ടെന്ന് സഡൻ ചേഞ്ചസ് ഇൻ കറണ്ട് വരുമ്പോൾ നമുക്ക് ഒപ്പോസ് ചെയ്യാൻ, സ്മൂത്ത് ചെയ്യാൻ ഏറ്റവും നല്ലത് ഏതാണ്? ഇൻഡക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇൻഡക്ടർ ഫിൽട്ടറാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ കപ്പാസിറ്റർ ഫിൽട്ടർ ആണോ, ഇൻഡക്ടർ ഫിൽട്ടർ ആണോ, LC ഫിൽട്ടർ ആണോ, പൈ ഫിൽട്ടർ ആണോ എന്ന് ചോദിച്ചാൽ ഇൻഡക്ടർ ഫിൽട്ടർ ഈസ് ബെസ്റ്റ് ഫോർ ഹൈ ലോഡ് കറണ്ട് ആപ്ലിക്കേഷൻസ്. അടുത്തത്, in a pi filter the first capacitor is mainly used to. അപ്പോൾ ഒരു പൈ ഫിൽട്ടറിനകത്ത് നമ്മൾ പറഞ്ഞു ഒരു റെക്ടിഫയറുമുണ്ട്, അതിന് എക്രോസ് ആയിട്ട് നമ്മൾ ഒരു കപ്പാസിറ്റർ പാരലായിട്ടും പിന്നെ ഒരു എല്ലും സിയും കൂടെ വെച്ചു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഫിൽറ്ററിന്, പൈ ഫിൽറ്ററിന് CLC, പൈ എന്ന് പറയുന്ന ഒരു ഷേപ്പിലല്ലേ വരുന്നത് ഇത്, അതുകൊണ്ടാണ് ഇതിന് പൈ ഫിൽറ്റർ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ CLC ഫിൽറ്ററിനകത്ത് നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വരിക. ഈ ഫസ്റ്റ് കപ്പാസിറ്റർ എന്താ ചെയ്യാന്നറിയോ? കപ്പാസിറ്റേഴ്സ് പൊതുവെ എന്താ ചെയ്യുക? ഇറ്റ് ബ്ലോക്സ് DC ആൻഡ് പാസസ് AC അല്ലേ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ കപ്പാസിറ്ററിനകത്ത് ഈ റെക്ടിഫയറിൽ നിന്നുള്ള ഔട്ട്പുട്ട്, അതായത് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് കുറേ റിപ്പിൾസോടുകൂടി ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഈ AC-യുടെ ഹൈ ഫ്രീക്വൻസി റിപ്പിളിനെ ഇതിലൂടെ ബൈപ്പാസ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് വിടുകയാണ് ഈ കപ്പാസിറ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ തന്നെ കുറേ റിപ്പിൾസ് പോയി. അത് കഴിഞ്ഞിട്ട് LC അല്ലെങ്കിൽ ചോക്ക് ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ കുറേയും കൂടെ റിപ്പിൾസ് പോവുകയാണ് അവിടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കപ്പാസിറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റോർ എനർജിക്ക് വേണ്ടിയിട്ടാണോ? അല്ല. കപ്പാസിറ്റർ എനർജി സ്റ്റോർ ചെയ്യും ഇലക്ട്രിക് ഫീൽഡിൽ, പക്ഷേ ഇവിടെ പർപ്പസ് അതല്ല. ഓക്കെ, ബ്ലോക്ക് DC ആണോ? അല്ല. കപ്പാസിറ്റർ DC ബ്ലോക്ക് ചെയ്യും, പക്ഷേ ഇവിടെ പർപ്പസ് അതല്ല. റെഡ്യൂസ് ഹൈ ഫ്രീക്വൻസി റിപ്പിൾ ആണോ? അതെ. ഓക്കെ, അതാണ് ഇവിടെ കപ്പാസിറ്ററിന്റെ പർപ്പസ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ദ പവർ ഫാക്ടർ ഓഫ് എ റെക്ടിഫയർ സർക്യൂട്ട് ഇസ് ജനറലി. റെക്ടിഫയേഴ്സിന്റെ പവർ ഫാക്ടർ എന്താണെന്ന് ചോദിക്കുന്നത്. എന്താണ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos phi ആണ്. phi എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ റെക്ടിഫയേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സിനുസോയിഡൽ ആയിട്ടുള്ള കറണ്ടാണ് ഈ സപ്ലൈയിൽ നിന്ന് വലിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പവർ ഫാക്ടർ നമ്മൾ പറയുക ലെസ് ദാൻ യൂണിറ്റി ആണ് എന്നാണ് പറയുക. ഓക്കെ, പവർ ഫാക്ടർ ഇസ് ലെസ് ദാൻ യൂണിറ്റി. പവർ ഫാക്ടർ യൂണിറ്റിയോട് അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ആ സർക്യൂട്ട് പവർ എഫിഷ്യൻ്റ് ആണ് എന്നുകൂടെ പറയും കേട്ടോ. പക്ഷെ ഇവിടെ റെക്ടിഫയേഴ്സ് പവർ എഫിഷ്യൻ്റ് അല്ല എന്നാണ് നമ്മൾ പറയുക. അടുത്ത ചോദ്യം, what happens if the filter capacitor value is increased? ഫിൽട്ടർ കപ്പാസിറ്റർ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റിപ്പിളും ഫിൽട്ടർ കപ്പാസിറ്റർ വാല്യൂയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? റിപ്പിൾ ഫാക്ടർ ഇസ് പ്രൊപ്പോർഷണൽ ടു 1/C. C എന്ന് പറയുന്ന ഔട്ട്പുട്ടിൽ വരുന്ന കപ്പാസിറ്റർ, ഫിൽട്ടർ കപ്പാസിറ്റർ വാല്യൂ ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. അതേപോലെ RL-ഉമായിട്ടും അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് കേട്ടോ. അപ്പോൾ ഫിൽട്ടർ കപ്പാസിറ്റർ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ, C കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? റിപ്പിൾ കുറയും അല്ലേ. B, റിപ്പിൾ ഡിക്രീസസ്. ഓക്കെ, B ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫുൾ വേവ് റെക്ടിഫയർ ഹാസ്
VM is equal to 20 volt, RL is equal to 100 ohm. Calculate the PIV, peak inverse voltage across each diode in the bridge configuration. അപ്പോൾ PIV കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ബ്രിഡ്ജിലാണ് എങ്കിൽ ഒരു ഫുൾ വേവ് റെക്ടിഫയർ ഇൻ ബ്രിഡ്ജ് കോൺഫിഗറേഷൻ ആണ് എങ്കിൽ PIV എന്തായിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത്? PIV is equal to VM. അപ്പോൾ VM എന്ന് പറയുന്നത് 20 വോൾട്ട് ആണ് ഇവിടെ ഉത്തരം. B is the answer. Okay. Next question. Maximum efficiency of a rectifier occurs when? Maximum efficiency എപ്പോഴാണ് ഒരു റെക്ടിഫയറിന് ഉണ്ടാവുക? മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവണമെങ്കിൽ ഒരു റെക്ടിഫയറിനകത്തുള്ളത് എന്തൊക്കെയാണ്? കുറേ ഡയോഡുകളൊക്കെയാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ആ ഡയോഡുകൾക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് വളരെ കമ്മിയായിരിക്കണം. ഓക്കെ, ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് കമ്മിയും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ലോഡിൽ വരുന്ന റെസിസ്റ്റൻസ് കൂടുതലും ആവണം. അപ്പോൾ RL ഇവിടെ ഉണ്ട്, ഇവിടെ ഡയോഡ് റെസിസ്റ്റൻസ് RD ഉണ്ടെന്ന് വെച്ചോ, RD വളരെ കുറവാവണം RLനേക്കാളും, എന്നാലേ ലോഡിങ് ഉണ്ടാവാതിരിക്കുള്ളൂ. അങ്ങനെ എഫിഷ്യൻസി കൂടുതൽ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ മാക്സിമം DC ഔട്ട്പുട്ട് ഈൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം എഫിഷ്യൻസി ഒക്കേഴ്സ് വെൻ ലോഡ് റെസിസ്റ്റൻസ് 0. ലോഡ് റെസിസ്റ്റൻസ് 0 ആയാൽ ശരിയാവില്ല. ലോഡ് റെസിസ്റ്റൻസ് ഇൻഫൈനൈറ്റ്, അതായാലും ശരിയാവില്ല. ഇൻഫൈനൈറ്റ് ആയി കഴിഞ്ഞാൽ കറണ്ട് ഒന്നും പാസ് ചെയ്യൂല അല്ലേ അതിൽ കൂടെ. ഡയോഡ് റെസിസ്റ്റൻസ് ഇസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ലോഡ് റെസിസ്റ്റൻസ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം, റിപ്പിൾ ഫാക്ടർ ഇസ് എ റേഷ്യോ ഓഫ്. റിപ്പിൾ ഫാക്ടർ എന്തിൻ്റെ റേഷ്യോ ആണ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് RMS വാല്യൂ ഓഫ് AC കോമ്പണന്റ് ടു DC വാല്യൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, AC കോമ്പണൻറ്റിൻ്റെ RMS വാല്യൂ. ACയുടെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്താണ്? അതിൻ്റെ RMS വാല്യൂ മാത്രമാണ് കേട്ടോ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ മാത്രമാണ്. ഡിവൈഡഡ് ബൈ AC ബൈ DC ആണ് ശരിക്കും പറഞ്ഞാൽ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. പക്ഷേ ACയിൽ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? എന്ത് ക്വാണ്ടിറ്റി അവിടെ കണ്ടുപിടിക്കാൻ പറ്റുക? RMS വാല്യൂ ആണ് ACയുടെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ACയുടെ RMS വാല്യൂ ഡിവൈഡഡ് ബൈ ദ DC വാല്യൂ എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കും കേട്ടോ. ഇനി അടുത്തത് ഇവിടെ ഒരു വേറൊരു കാര്യം പറയാനുണ്ട്. RMS വാല്യൂ ടു ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞൊരു സംഭവം തന്നിട്ടില്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഫോം ഫാക്ടർ എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ഫോം ഫാക്ടർ ആണ് RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, റിപ്പിൾ ഫാക്ടർ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ എന്താണ്? 1.21 ആണ്. ഫുൾ വേവ് റെക്ടിഫയർ എന്താണ്? 0.482 ആണ്. ഫുൾ വേവ് റെക്ടിഫയറിൽ തന്നെ ബ്രിഡ്ജ് ആയാലും സെൻറ്റർ ടാപ്പ് ആയാലും എന്താണ്? ഇത് തന്നെയാണ് ഉത്തരം കേട്ടോ. 0.482 തന്നെയാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഫോം ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ കണ്ടെയ്ൻസ്. ഔട്ട്പുട്ട് വേവ് ഫോമിൽ എന്താണ് ഉണ്ടാവുക ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ? ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? DC മാത്രമാണോ? DC വാല്യൂ ഉണ്ട് അല്ലേ? എന്തോ ഒരു ആവറേജ് DC വാല്യൂ കാണുന്നുണ്ട്. പക്ഷേ അത് മാത്രമാണോ? അല്ല. ഓൺലി DC ആണോ? അല്ല. പ്യുവർ DC ആണോ? അല്ല. ഇത് രണ്ടും അല്ല എന്ന് മനസ്സിലായി. ഇനി എന്താണുള്ളത്? DC ആൻഡ് ഈവൻ ഹോർമോണിക്സ് ആണ് ആക്ച്വലി അതിൽ ഉള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈവൻ സിമ്മെട്രി ആണെന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഫോറിയർ എടുത്തു കഴിഞ്ഞാൽ ഈവൻ ഹാർമോണിക്സ് മാത്രമേ നമുക്കതിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ ഹാർമോണിക്സ് മാത്രമാണ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിലുള്ളത് എന്നാണ് നമ്മൾ പറയാം. അടുത്ത ചോദ്യം, rectifier which provides highest average output voltages. highest average output voltage provide ചെയ്യുന്ന rectifier ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം. ഹാഫ് വേവ് റെക്ടിഫയർ ആണോ? സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് ആണോ? ബ്രിഡ്ജ് ആണോ? വോൾട്ടേജ് ഡബ്ലർ ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഹാഫ് വേവ് അല്ല എന്ന് നമുക്കറിയാം. വോൾട്ടേജ് ഡബ്ലറും അല്ല ഹയസ്റ്റ് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് തരുന്നത്. സെൻറ്റർ ടാപ്പ് ആണോ ബ്രിഡ്ജ് ആണോ എന്നൊരു ഡൗട്ട് നമുക്ക് വരും അല്ലേ? കാരണം നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെയും ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് പഠിക്കുന്നത് എന്താണ്? 2/π/VM എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? 2/π/VM എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ ആക്ച്വലി അവിടെ വേറൊരു സംഭവം കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ 2/π/VM എന്ന് പറയുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്ന ആള് എന്താ യൂസ് ചെയ്യുക? ബ്രിഡ്ജ് റെക്ടിഫയറിനകത്ത് നമുക്കറിയാം ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വൈൻഡിങ്ങിൽ നിന്നുള്ള ഫുൾ വോൾട്ടേജ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സെൻറ്റർ ടാപ്ഡ് ആണെങ്കിൽ സെൻറ്റർ ടാപ്ഡ് ആയതുകൊണ്ട് തന്നെ ഹാഫ് ദ സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ വോൾട്ടേജ് അവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ VM എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടേജിൽ നിന്ന് വരുന്ന മാക്സിമം വോൾട്ടേജ് ആണ് കേട്ടോ. അപ്പോൾ അത് പകുതി ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവിന്
അത്രയും കുറവ് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലേ ഉണ്ടാവുള്ളൂ. ബ്രിഡ്ജ് ഈ മുഴുവൻ സെക്കൻഡറി വോൾട്ടേജ് VS max ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് അത്ര കൂടുതൽ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവില്ലേ. അപ്പോൾ ബ്രിഡ്ജിനാണ് ഹയസ്റ്റ് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, a single phase full wave center tapped rectifier is fed from a secondary whose peak voltage is Vm. Neglecting diode drops, each diode must withstand a peak inverse voltage of. എന്താണ് ചോദിക്കുന്നത്? സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ PIV എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. PIV എന്താണ്? 2Vm ആണെന്ന് നമുക്കറിയാം അല്ലേ. ഒരു നോൺ കണ്ടക്ടിങ് സൈക്കിൾ വരുമ്പോൾ എന്താണ് ആ ഡയോഡുകൾ എന്തോരം പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് റിവേഴ്സ് വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം എന്നാണ് ഈ ചോദിക്കുന്നത്. അതെത്രയാണ്? അത് PIV എന്ന് പറയുന്ന പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. അത് 2Vm ആണ് സെന്റർ ടാപ്ഡിന്. ബ്രിഡ്ജ് ആണെങ്കിൽ അത് എത്രയാണ്? Vm ആണ്. ഓക്കെ, നമ്മളതൊരു പ്രോബ്ലത്തിൽ കണ്ടല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. For a diode rectifier with a capacitor filter, after full wave rectification, supplying a resistive load, increasing the filter capacitor, എന്താണ് സംഭവിക്കുക? അപ്പം നമ്മളിത് തൊട്ട് മുമ്പ് കണ്ടതാണ്. അതായത് ഒരു ഡയോഡ് റെക്ടിഫയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഡയോഡ് റെക്ടിഫയറിനകത്ത് നമുക്കൊരു കപ്പാസിറ്റർ ഫിൽട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. കപ്പാസിറ്റർ ഫിൽട്ടറും ഉണ്ട്, ഒരു ലോഡ് റെസിസ്റ്റൻസ് RL ഉണ്ട് കേട്ടോ. ഇതൊരു CU ഉണ്ട്. അപ്പം നമ്മൾ പഠിച്ചു എന്താണ്? റിപ്പിൾ ഇസ് ഗിവൺ ബൈ is proportional to 1/C into RL എന്ന് നമ്മൾ പഠിച്ചതാണ്. അതായത് increasing the filter capacitor value, what happens? It decreases the ripple voltage. Okay, it decreases ripple voltage. Larger capacitance stores more charge, so voltage drop between peaks is smaller. അതായത് less ripple ഉണ്ടാവുള്ളൂ. ചാർജ് കൂടുതലുള്ള കപ്പാസിറ്റൻസ് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത്രയും കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ. കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു ഫുൾ വേവ് റെക്ടിഫയറിനകത്ത് കപ്പാസിറ്റർ ഫിൽട്ടർ എന്താ ചെയ്യുക? ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഫിൽട്ടറിങ് ആക്ഷനാണ് തരിക. അതായത് ഇങ്ങനെ ഒരു ഫിൽട്ടറിങ് ആക്ഷനാണ് തരിക. അതായത് ഈ വോൾട്ടേജ് ഡ്രോപ്പ് ബിറ്റ്വീൻ പീക്ക് കുറവാണെങ്കിൽ, ഇത് വളരെ കുറവാണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിപ്പിൾ കുറയല്ലേ ചെയ്യുന്നത്. അതായത് ഓൾമോസ്റ്റ് സ്റ്റഡി ആയിട്ടല്ലേ ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് ലെസ് റിപ്പിൾ ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Which of the following statement is correct for a capacitor filter connected across a load of a rectifier? കപ്പാസിറ്റർ ഫിൽട്ടർ എന്താണ്, എങ്ങനെയാണ് കണക്ട് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ സീരീസ് വിത്ത് ദ ലോഡ്. അല്ല, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അതൊന്നും അല്ല. ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ പാരലൽ വിത്ത് ദ ലോഡ് എന്നാണ്. ഷണ്ട് കപ്പാസിറ്റർ ഫിൽട്ടർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക അല്ലേ. എന്തുകൊണ്ടാണ്? റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ ഷണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് പാരലൽ ആയിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. ഇറ്റ് ഷൺസ് ദ ലോഡ് സ്മൂത്തിങ് വോൾട്ടേജ് ബൈ ചാർജിങ് ഡ്യൂറിങ് കണ്ടക്ഷൻ ആൻഡ് ഡിസ്ചാർജിങ് ഡ്യൂറിങ് ദ ഗ്യാപ്സ്. ഇറ്റ് ഇൻക്രീസസ് ദ റിപ്പിൾ ഫാക്ടർ. റിപ്പിൾ ഫാക്ടർ കൂട്ടുകയാണോ ചെയ്യുക? അല്ല, ഫിൽട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ റിപ്പിൾ ഫാക്ടർ കുറയ്ക്കാനാണ്. ഇറ്റ് ഇസ് ബെസ്റ്റ് ഫോർ ഹൈ ലോഡ് കറൻസ്. അല്ല, ഹൈ ലോഡ് കറൻസിന് ഇൻഡക്റ്റീവ് ഫിൽട്ടർ ആണ് ബെസ്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. A bridge rectifier is preferred over a center tapped full wave rectifier because. എന്തുകൊണ്ടാണ് ബ്രിഡ്ജ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതിനുള്ളൊരു ഉത്തരം നമ്മൾ കൃത്യമായിട്ട് മുമ്പൊരു ചോദ്യത്തിൽ നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്താണ്. ഇറ്റ് റിക്വയർസ് ഓൺലി 2 ഡയോഡ്സ്. അല്ല, ബ്രിഡ്ജിന് 4 ഡയോഡ് വേണം, സെൻറ്റർ ടാപ്പിന് 2 ഡയോഡാണ് വേണ്ടത്. ഇറ്റ് യൂസസ് ദ ഫുൾ സെക്കൻഡറി വൈൻഡിങ് ഇൻ ഈച്ച് ഹാഫ് സൈക്കിൾ. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഫുൾ സെക്കൻഡറി വൈൻഡിങ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഫുൾ വോൾട്ടേജ് അവിടെ കിട്ടും. ഓക്കെ, ഇറ്റ് എലിമിനേറ്റ്സ് റിപ്പിൾ എൻറ്റയർലി. എലിമിനേറ്റ് അധികം റിപ്പിളൊന്നും അത് ചെയ്യുന്നില്ല. കാരണം രണ്ടെണ്ണത്തിൻ്റെയും, ബ്രിഡ്ജിൻ്റെ ആയാലും സെൻറ്റർ ടാപ്പിൻ്റെ ആയാലും റിപ്പിൾ ഫാക്ടർ സെയിം ആണ്, 0.482 ആണ്. ഇറ്റ് ഹാസ് എ ലോവർ ഡയോഡ് ഡ്രോപ്പ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ B ആണ് അവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. In a capacitor filter, C input filter following a full wave rectifier, increasing the capacitance will, capacitance increase ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? റിപ്പിൾ ലോവർ ചെയ്യും. അത് നമ്മൾ പഠിച്ചതാണ് കേട്ടോ, നമ്മൾ നോക്കിയതാണ്. അടുത്ത ചോദ്യം. In a diode rectifier output, presence of an AC component is undesirable because. എന്തുകൊണ്ടാണ് ഈ AC കോമ്പണന്റ് അൺഡിസൈറബിൾ ആണ്? നമ്മൾ റിപ്പിൾ കളയണം എന്ന് പറയുന്നത് എന്താ? റിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലുള്ള ഈ AC കോമ്പണന്റിനെയാണ് ഈ റിപ്പിൾ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ DC എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഓക്കെ, ഇതെന്താണ്? ഇത് ഫിൽട്ടേർഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. ഇതിലും കുറേശ്ശെ റിപ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റിപ്പിൾ കളയണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഇൻക്രീസസ് ദ DC ഔട്ട്പുട്ട്.
അതുകൊണ്ടല്ല നമ്മൾ പറയുന്നത്. ഇറ്റ് ഹാസ് നോ എഫക്റ്റ് അല്ല, എഫക്റ്റ് ഉണ്ട്. ഇറ്റ് കോസസ് ഹീറ്റിംഗ് ആൻഡ് ഇൻഎഫിഷ്യൻസി. അതെ, ഓക്കെ, അത് കുറേ ലോസുകൾ, ഹീറ്റിംഗ് ലോസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ഇറ്റ് റെഡ്യൂസസ് എഫിഷ്യൻസി, അതും സത്യമാണ്. ഇറ്റ് ഡിക്രീസസ് ഇൻപുട്ട് ഫ്രീക്വൻസി. അല്ല, ശരിക്കും പറഞ്ഞാൽ ഫിൽട്ടർ റിപ്പിൾ ഉള്ളതുകൊണ്ട് ഫ്രീക്വൻസി കൂടുതലാണ്, അതായത് ഇൻപുട്ട് ഫ്രീക്വൻസിനെ അത് ബാധിക്കണമെന്നില്ല. ഓക്കെ, എ സി റിപ്പിൾ കോമ്പണൻറ്റ് ഡസ് no useful work, causes extra losses, ohmic heating and reduces the efficiency. അപ്പോൾ സി ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. The cut-in point of a capacitor filter in a rectifier circuit is the instant when. എപ്പോഴാണ് കട്ടിൻ പോയിന്റ് എന്ന് പറയുന്നത്? കപ്പാസിറ്റർ എപ്പോഴാണ് കണ്ടക്ട് ചെയ്ത് തുടങ്ങുക എന്നാണ് ഈ ചോദിക്കുന്നത് കേട്ടോ. കപ്പാസിറ്റർ എപ്പോഴാണ് ഈ കണ്ടക്ട് ചെയ്ത് തുടങ്ങുക? കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്ത് തുടങ്ങുന്നതിൻ്റെ കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഞാൻ ഇവിടെ ഇത് വരയ്ക്കുകയാണേ, റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ? കപ്പാസിറ്റർ ആദ്യം എന്ത് ചെയ്യും? ഇത് ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ഇങ്ങനെ ചാർജ് ചെയ്ത് VM വരെ ചാർജ് ചെയ്യും, മാക്സിമം ഔട്ട്പുട്ട് വരെ ചാർജ് ചെയ്യും. പീക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഔട്ട്പുട്ട് കുറഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നറിയോ? കുറയാൻ സമ്മതിക്കില്ല. കപ്പാസിറ്റർ കൂടെ ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങും, വല്ലാണ്ട് കുറഞ്ഞു പോകാൻ സമ്മതിക്കില്ല, അത് ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങും. അപ്പോൾ എപ്പം മുതലാണ് കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മുതലാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്? എപ്പം മുതലാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്? ഇൻപുട്ട് ഇൻസ്റ്റാൻറ്റേനിയസ് പീക്ക് വോൾട്ടേജ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? കപ്പാസിറ്റർ വോൾട്ടേജ് അത് അത്രയും ചാർജ് ചെയ്തിട്ട് അത് പിന്നെ കണ്ടക്ട് ചെയ്ത് തുടങ്ങും, അത് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് ഇൻസ്റ്റാൻറ്റേനിയസ് പീക്ക് വോൾട്ടേജ് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് കണ്ടക്ടിങ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫിൽട്ടർ ടൈപ്സ് ഗിവ്സ് ദ ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ലോവസ്റ്റ് റിപ്പിൾ ഫോർ എ റെക്ടിഫയർ ഔട്ട്പുട്ട്? അപ്പോൾ ബെസ്റ്റ് പെർഫോമൻസ് ആരാണ് തരിക? നമ്മൾ മുമ്പ് കണ്ടതാണത്. കപ്പാസിറ്റർ ഫിൽട്ടർ ആണോ? അല്ല. ഇൻഡക്ടർ ഫിൽട്ടർ അല്ല. LC ഫിൽട്ടർ അല്ല. CLC ഫിൽട്ടർ ആണ്. ബിക്കോസ് അതെന്തുകൊണ്ടാണ്? കപ്പാസിറ്റൻസിൻ്റെയും ഇൻഡക്റ്റൻസിൻ്റെയും എല്ലാം കമ്പൈൻഡ് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ് ഒരു പൈ ഫിൽട്ടർ ബെസ്റ്റ് പെർഫോമൻസ് തരുന്നത്. അടുത്ത ചോദ്യം, 19ാമത്തെ ചോദ്യം, ഇൻ എ റെക്ടിഫയർ സർക്യൂട്ട് ദ ഫിൽട്ടർ ഇൻഡക്ടർ ഇസ് ജനറലി കണക്റ്റഡ്. ഇൻഡക്ടർ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുക? ഇൻഡക്ടർ നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക അല്ലേ? ഇൻ സീരീസ് വിത്ത് ദ ലോഡ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ലോഡ്. അതാണ്, അതായത് ഒരു റെക്ടിഫയർ ഫിൽട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഡക്ടർ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക കേട്ടോ. ലോഡുമായിട്ട് ഇൻഡക്ടർ നേരിട്ട് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇൻ എൻ ഇൻഡക്ടർ ചോക്ക് ഫിൽട്ടർ ഫോളോയിങ് എ റെക്ടിഫയർ ആസ് ദി ലോഡ് കറണ്ട് ഇൻക്രീസസ് ഇൻഡക്ടൻസ് റിക്വയർഡ് ടു കീപ് ദ റിപ്പിൾ കോൺസ്റ്റന്റ് ഷുഡ്. അപ്പോൾ ലോഡ് കറണ്ടും ഇൻഡക്ടൻസും റിപ്പിൾ വാല്യൂ ഒക്കെ തമ്മിലുള്ള ബന്ധമാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ റിപ്പിൾ ഫാക്ടർ ഓഫ് എൻ ഇൻഡക്ടർ ഫിൽട്ടർ എന്താണ്? RL ഡിവൈഡഡ് ബൈ 3√2 ഒമേഗ L എന്നാണ് നമ്മുടെ റിപ്പിൾ ഫാക്ടറിൻ്റെ ഫോർമുല അല്ലേ? ഇൻഡക്ടർ ഫിൽട്ടർ ഫുൾ വേവ് റെക്ടിഫയറിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അതുകൊണ്ട് തന്നെ L ഫിൽട്ടറിൻ്റെ ഫോർമുല ഇതാണ്. അപ്പോൾ ഒറ്റ ഫോർമുലയേ ഉള്ളൂ, RL/3√2 ഒമേഗ L എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3√2 ഒമേഗയൊക്കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ റിപ്പിൾ ഫാക്ടർ ഇസ് പ്രൊപ്പോർഷണൽ ടു ലോഡ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇൻഡക്ടൻസ് എന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ലോഡ് കറണ്ട് ഇവിടെ കൂടുന്ന ഇൻസ്റ്റൻസാണ് പറഞ്ഞിട്ടുള്ളത്. ലോഡ് കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് റെസിസ്റ്റൻസ് കുറയും. ലോഡ് റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ, അതായത് റിപ്പിൾ എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ എന്ത് ചെയ്യണം? എല്ലാം കൂടെ കുറയ്ക്കണം. ഓക്കെ, RL കുറയുന്നതിനോടൊപ്പം എല്ലാം കൂടെ കുറച്ചാലേ നമുക്ക് റിപ്പിൾ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ B ഈസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, ഇൻ എ റെക്ടിഫയർ ഫോളോഡ് ബൈ എൻ ഇൻഡക്ടർ ഫിൽട്ടർ സീരീസ് L ആൻഡ് ദെൻ എ കപ്പാസിറ്റർ. അപ്പോൾ എന്താണ് ഈ പറയുന്നത്? ഒരു റെക്ടിഫയർ ഉണ്ട്, അതിനെ ഫോളോ ചെയ്തിട്ട് ഒരു LC ഫിൽട്ടർ ഉണ്ടെന്നാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു LC ചോക്ക് ഫിൽട്ടർ വന്നു കേട്ടോ. അവിടെ ഡ്യൂറിങ് ലോഡ് ട്രാൻഷ്യൻസ് ദ കപ്പാസിറ്റർ ഹെൽപ്സ് ടു. ലോഡ് ട്രാൻഷ്യൻസ് വരുമ്പോൾ, വോൾട്ടേജിൽ പെട്ടെന്ന് ഒരു ചേഞ്ച് വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക? കപ്പാസിറ്റർ എന്താ ചെയ്യുക? കപ്പാസിറ്റർ പെട്ടെന്ന് ഉണ്ടാവുന്ന വോൾട്ടേജ് ചേഞ്ചസിന് സ്മൂത്ത് ചെയ്യാണ് അത് ചെയ്യുക അല്ലേ? ഇറ്റ് പ്രിവെൻറ്റ്സ്
വോൾട്ടേജ് സഡൻ സ്പൈക്സ് ഇൻ വോൾട്ടേജ് അല്ലേ. കപ്പാസിറ്റർ സ്മൂത്തിങ് ഫിൽട്ടർ ആണ് അല്ലേ. അപ്പോൾ കപ്പാസിറ്റർ എന്താ ചെയ്യുക, ഇറ്റ് സ്മൂത്ത്സ് വോൾട്ടേജ് ചേഞ്ചസ്. ആരാണ് കറണ്ട് ചേഞ്ചസ് സ്മൂത്ത് ചെയ്യുന്നത്, അത് ഇൻഡക്ടർ ആണ് കേട്ടോ. അപ്പോൾ ഇറ്റ് സ്മൂത്ത്സ് വോൾട്ടേജ് ചേഞ്ചസ് എന്നാണ് അവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. കപ്പാസിറ്ററിന്റെ പണി എന്താ, ലോ ട്രാൻഷൻസ് വരുമ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് ചേഞ്ചസിനെ സ്മൂത്ത് ചെയ്യുക എന്നുള്ളതാണ് കപ്പാസിറ്ററിന്റെ പണി. അടുത്ത ചോദ്യം, a full wave rectifier gives an average DC current of 2 ampere. Find its RMS current. അപ്പോൾ IDC തന്നിട്ടുണ്ട് 2 ആംപിയർ ആണെന്ന് കേട്ടോ. എന്നിട്ട് IRMS കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ IRMS by IDC ഞാനൊരു ഫോം ഫാക്ടർ ആണെന്ന് മുമ്പ് പറഞ്ഞു തന്നില്ലേ. IRMS by IDC എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് 1.11 ആണ് കേട്ടോ. അപ്പോൾ ഇത് ഫോം ഫാക്ടർ ആണ്. അപ്പോൾ ഇത് 1.11 ആണ്. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, IDC തന്നിട്ടുണ്ട്, IRMS കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊരു എളുപ്പമാണല്ലേ. IRMS is equal to 1.11 ഇൻറ്റു ഈ 2 ആംപിയർ ചെയ്താൽ മതി. ഇപ്പോൾ 2.22 ആംപിയേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. For a full wave rectifier, the load is 100 ohm and the input voltage RMS is 230 volt. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ്, ലോഡ് റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, VRMSും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി ആവറേജ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആവറേജ് DC ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VRMS തന്നിട്ട് VDC ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ചെയ്താലും മതി. VRMS തന്നിട്ട് VRMS by VDC എന്ന് പറയുന്നത് 1.11 ആണ് ഫുൾ വേവ് റെക്ടിഫയർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ VDC എന്ന് പറയുന്നത് VRMS 230 ഡിവൈഡഡ് ബൈ 1.11 എന്ന് വരും. അത് 207 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അല്ലെങ്കിൽ ഇവിടെ ചെയ്യാവുന്ന മറ്റൊരു രീതി എങ്ങനെയാണ്, ഇവിടെ VM എന്ന് പറയുന്നത് നമുക്ക് VRMSും VMും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയാം. VM എന്ന് പറയുന്നത് എന്താണ്, √2 ഇൻറ്റു VRMS ആണ്. അപ്പോൾ √2 ഇൻറ്റു 230 325 കിട്ടും. ഇനി VDC എന്ന് പറയുന്നത് എന്താണ്, 2VM/π ആണ്. അപ്പോൾ 2 ഇൻറ്റു VM 325 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 650/π 3.14 ചെയ്ത് കഴിഞ്ഞാൽ 207 അങ്ങനെയും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇത് അറിഞ്ഞില്ലെങ്കിലും, ഫോം ഫാക്ടറിൻ്റെ കാര്യം അറിഞ്ഞില്ലെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. A chalk input L filter with L is equal to 20 millihenry supplies 0.5 ampere DC. AC ripple frequency is 100 Hz. Calculate the ripple voltage if load resistance RL is equal to 100 ohm. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇത് പറഞ്ഞിരിക്കുകയാണ് എന്താണ്, റിപ്പിൾ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ. അപ്പോൾ റിപ്പിൾ വോൾട്ടേജിൻ്റെ ഫോർമുല അറിയണം. റിപ്പിൾ വോൾട്ടേജിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്, VR is equal to IDC into R divided by 2FL. ഓക്കെ, അപ്പോൾ IDC തന്നിട്ടുണ്ട്. ഓക്കെ, റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ട്, നമുക്ക് RL തന്നിട്ടുണ്ട്, ഇനി ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്, കൂടെ നമുക്ക് ലോഡ് L എന്ന് പറയുന്ന ഇൻഡക്റ്റൻസും തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. IDC എന്ന് പറയുന്നത് 0.5 ആംപിയർ ഇട്ടു. ആംപിയർ ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും ഇൻറ്റു 10⁻³ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആംപിയർ നേരെ അങ്ങനെ തന്നെ ഇടുക. R എന്ന് പറയുന്നത് എത്രയാണ്, 100 ohms ആണ്. അതും കിലോ ഓം അല്ല, മില്ലി ഓം അല്ല, ഒന്നുമല്ല, 100 നേരിട്ടിടുക. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഫ്രീക്വൻസി 100 Hz ആണ്, അതങ്ങനെ നേരിട്ടിടുക. L എന്ന് പറയുന്നത് 20 മില്ലി ഹെൻറി ആണ്. അതുകൊണ്ട് തന്നെ 20 ഇൻറ്റു 10⁻³ അതായത് 0.02 എന്ന് കിട്ടണം. ഫൈൻഡ് നമുക്ക് എന്ത് കിട്ടി, 1 വോൾട്ട് ആണ് ആൻസർ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, കപ്പാസിറ്റർ ഫിൽട്ടർ കണക്റ്റഡ് ടു എ ഫുൾ വേവ് റെക്ടിഫയർ ഡെലിവേഴ്സ് VDC is equal to 100 volt, IDC equal to 0.5 ampere, ripple voltage VR equal to 2 volt. Find the required capacitance. എന്താണ് ഉത്തരം എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ കപ്പാസിറ്റർ ഫിൽട്ടർ ഉണ്ട്, ഒരു ഫുൾ വേവ് റെക്ടിഫയറിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുകയാണ് IDCയും തന്നിട്ടുണ്ട്, VRും തന്നിട്ടുണ്ട്, VDCയും തന്നിട്ടുണ്ട്. അപ്പോൾ ഫോർമുല എന്താ, കപ്പാസിറ്ററിൻ്റെ C is equal to IDC by 2F into VR എന്നാണ് ഫോർമുല കേട്ടോ. കപ്പാസിറ്ററിൻ്റെ ഇൻ എ ഫുൾ വേവ് റെക്ടിഫയർ ഫോർമുല ഇതാണ് വരിക. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നത്, VR is equal to IDC by 2FC എന്നാണ് ഫോർമുല. അപ്പോൾ അതിൽ നിന്നാണ് C is equal to
IDC ഡിവൈഡഡ് ബൈ 2F ഇൻറ്റു VR നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എല്ലാ വാല്യൂസും ഇട്ട് കൊടുക്കാം. IDC എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 0.5 ആണ്. ബൈ 2 ഇൻറ്റു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 50 ഹേർട്സിലല്ലേ നമ്മൾ തന്നിട്ടില്ല, അപ്പോൾ 50 ഹേർട്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ VR എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടാൻ പോകുന്നത്? 5ഉം 5ഉം പോവും, 1/4 വരും. അപ്പോൾ 2.5 മില്ലി ഫാരഡ് എന്നാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മില്ലി എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ 5ഉം 50ഉം പോകും കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഒരു 100 വന്നു. ഓക്കെ, കാരണം എന്താ? താഴെ ഒരു 100 വരുന്നുണ്ട് അല്ലേ? കാരണം ഇവിടെ 5 ആയിരുന്നെങ്കിൽ 5/50 ആണെങ്കിൽ 10 വന്നാനെ. 0.5/50 ആയതുകൊണ്ട് ഇവിടെ താഴെ 100 വരും. ഓക്കെ, അപ്പോൾ ഇതെന്താ വരിക? 1 ഡിവൈഡഡ് ബൈ 400 എന്നാണ് വരാൻ പോകുന്നത്. 1 ഡിവൈഡഡ് ബൈ 400 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 2.5 മില്ലി ആംപിയർ എന്നാണ് വരിക കേട്ടോ. അതായത് മോളിൽ ഇപ്പോൾ ഒരു 1000 ഡിവൈഡഡ് ബൈ 400 ആണെങ്കിലല്ലേ 2.5 എന്ന് വരിക. അപ്പോൾ ഇവിടെ ഒരു 1000 ഇടുമ്പോൾ 10⁻³ ഇവിടെ കൂടുതലായിട്ട് ഇടണം. അപ്പോൾ 2.5 മില്ലി ഫാരഡ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ചോദ്യോത്തരങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക്